ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു വെറൈറ്റി ഡിഷ് പരിചയപ്പെടുത്തുകയാണ്. അതിലേക്ക് ആവശ്യമായ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ മത്തിയാണ്. അത് ഫ്രഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് വെച്ച് വെക്കുക. നന്നായി മിക്സ് ചെയ്യണം. നമുക്ക് ഇനി അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. മത്തി നന്നായി ഫ്രൈ ചെയ്ത് എടുക്കുക. ഏകദേശം നമ്മുടെ മത്തി ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് തണുക്കാൻ വെക്കുക. അതിന് ശേഷം അതിൻ്റെ മുള്ളടർത്തി മാറ്റി മത്തി ചെറുതായി പൊടിച്ചെടുക്കുക. നന്നായി കൈകൊണ്ട് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ പൊടിച്ചെടുത്ത് മത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 സവോള, 3-4 കഷ്ണം വെളുത്തുള്ളി, 2 കഷ്ണം ചുമന്നുള്ളി, ഇഞ്ചി 1 കഷ്ണം ഇഞ്ചി, പച്ചമുളക്, 3 തണ്ട് വേപ്പില. അത് നമുക്ക് നന്ന ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, നമ്മൾ മാറ്റി വെച്ചേക്കുന്ന വേപ്പിലിടുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക. അത് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ നമ്മളിത് സവോള വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, പെപ്പർ ഫ്ലേക്സ്, അല്പം ഗരം മസാല, ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കണം. നന്നായി അതൊന്ന് എണ്ണയിൽ ഇതായി വരണം. അതുവരെ നമ്മളതൊന്ന് മിക്സാക്കി എടുക്കുക. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മത്തി ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ ഡിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.